ഹലോ നമസ്കാരം. അപ്പോൾ അതിൻ്റെ എഞ്ചിൻ്റെ സെറ്റിങ്ങിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഹെഡ് ആണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ ഡീകംപ്രസറിൻ്റെ വാൽവ് അതൊക്കെ വെച്ച് ആദ്യമേ വെച്ച് നോക്കിയിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വാൽവ് മാറിയിട്ടുണ്ട്, വാൽവ് ഗൈഡ് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വാൽവ് ഗൈഡ് ഉപയോഗിച്ചേക്കുന്നത് നമ്മൾ കാസ്റ്റൺ ഗൈഡാണ്. അതുപോലെ സ്റ്റെം സീൽ ഉപയോഗിക്കാറുണ്ട്. സ്റ്റെം സീൽ ഇപ്പോൾ എല്ലാത്തിനും ഞാൻ ഉപയോഗിക്കാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഓയിൽ അകത്തേക്ക് വലിക്കാതിരിക്കാൻ വളരെയധികം സഹായിക്കും. അത് സ്റ്റെം സീൽ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലിയറൻസ് കൊടുത്തേക്കുന്നത് നമ്മൾ ഏകദേശം ഒരു ഓയിൽ ക്ലിയറൻസ് ആണ്. ഒരു ഓയിൽ ക്ലിയറൻസിന് ഇച്ചിരി കൂടെ കൂട്ടിയാണിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കയറ്റുമ്പോൾ ഏറ്റവും നല്ലത് അത്രയും ക്ലിയറൻസിൽ കൊടുക്കണമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ടൈറ്റുള്ള ഒരുപാട് ലൂസും അല്ലാത്ത ഇതിൽ ഒരുപാട് ടൈറ്റാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം ചൂടാക്കി പിടിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ മാക്സിമം ഇത് അത്യാവശ്യം നല്ല ക്ലിയറൻസിൽ കൊടുക്കണമായിരിക്കും. ഏറ്റവും കൂടുതൽ ചൂട് തന്നെ ഭാഗമാണ്. അപ്പോൾ അത്യാവശ്യം അതിന് വേണ്ട ഒരു വർക്കിംഗ് ക്ലിയറൻസ് കൊടുക്കണമായിരിക്കും നല്ലത്. അല്ലാതെ നമ്മൾ ഒരുപാട് ടൈറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിടിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. അത്രയും ഇതായിട്ട് നല്ല ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യണമായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിൻ്റെ വാൽവ് സെറ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ റോക്രാമാണ്. റോക്രാമൊക്കെ ആദ്യമേ വെച്ച് സെറ്റ് ചെയ്ത് നോക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാരണം ഇത് വെച്ച് മുറുക്കി കഴിഞ്ഞ് ഇതിൻ്റെ ത്രെഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്കയായിരിക്കും. അതല്ലാതെ നമ്മൾ അതുമ്പോൾ കയറ്റി വെച്ചിട്ട് മുറുക്കി അതിൻ്റെ ത്രെഡ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പോയാൽ അത് പിന്നീട് നമുക്ക് ഇളക്കേണ്ടി വരും. പിന്നെ അതല്ലെങ്കിൽ ഓവർസൈസ് ആക്കേണ്ടി വരും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് ആദ്യമേ വെച്ച് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് കമ്പനി റോക്കറാം തന്നെയാണ്. അത് മാക്സിമം അത് മാറ്റാതെ അത് വെൽഡ് ചെയ്ത് കട്ട് ചെയ്യാനോ പുഷ് അടിക്കാനോ ഒന്നും കയറില്ല. മാക്സിമം അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാത്തിനും ഒരു ക്ലിയറൻസ് ഞാൻ വഴിയെ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എഞ്ചിനീയറിംഗ് സിസ്റ്റം അങ്ങനെയാണ്. ഈ വണ്ടി ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ട് സൈലൻ്റ് ആക്കാനോ പിടിക്കാനൊന്നും നടക്കുകയില്ല. അത് ഇതിൻ്റെ ഓയിൽ പ്രഷറിൻ്റെ സിസ്റ്റം, അതുപോലെ തന്നെ ക്യാമ്പീൽ, ഇതൊക്കെ ഇതിനോട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ ബോഡി സെറ്റിങ്ങിൻ്റെ ആയിരിക്കും. എഞ്ചിൻ സെറ്റിങ്ങിൻ്റെ കഴിഞ്ഞാൽ ബോഡി സെറ്റിങ്ങിൻ്റെ ആയിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.